എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നാം ചിലപ്പോൾ ഒരു ചെറിയ കാര്യം എങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ അതിനെ മറ്റുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്, അതായത് അസൂയാലുക്കളായിട്ടുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം, അവരെ ഒഴിവാക്കുന്നത് എങ്ങനെ, അതിനെക്കുറിച്ചാണ് ഈ ടോപ്പിക്ക്. അതായത് നമ്മളൊരു പേന വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുസ്തകം വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഷർട്ട്, അല്ലെങ്കിൽ ഒരു ബൈക്ക്, അല്ലെങ്കിൽ ഒരു കാറ്, അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ വാങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ അസൂയാലുക്കളായിട്ടുള്ളവർ അത് പെട്ടെന്ന് നോട്ട് ചെയ്തിട്ട് അവർ പറയുന്നത് നിങ്ങളോട് അതിൻ്റെ ഡീമെറിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പങ്ങൾ മാത്രമായിരിക്കും പറയുക. അങ്ങനെ കുഴപ്പങ്ങൾ പറയുമ്പോൾ അവർ കരുതുന്നത് രണ്ട് രീതിയാണ്. ഒന്ന്, നിങ്ങളുടെ മനസ്സിനെ അടിച്ചിരുത്തുക, ഇനി ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയത് ചെയ്യരുത്, അതിനുള്ള ഒരു മോട്ടിവേഷനാണ്. അതായത് യഥാർത്ഥത്തിൽ അതൊരു ഡീമോട്ടിവേഷനാണ്. അതാണ് അവർ ചെയ്യുന്നത്. പിന്നീട് ഒരിക്കലും നിങ്ങളിങ്ങനെ ശ്രമിക്കരുത്, അങ്ങനെ നിങ്ങളെ തല്ലി തളർത്തണം. ആ ഒരു ലക്ഷ്യമാണ് അസൂയാലുക്കളുടെ പ്രധാന വിനോദം. അവർ ഒരിക്കലും ഒരു നല്ലൊരു സാധനമാണെന്ന് ലോകത്തെല്ലായിടത്തും അറിയാമെങ്കിൽ പോലും അവർ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവർ അതിൻ്റെ ഏറ്റവും അഴുക്കായിട്ടുള്ള ഏത് കാര്യത്തിനും, നിങ്ങൾ എന്തൊരു സാധനം വാങ്ങിയാലും അതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇടിക്കാനാണ് അവർ നോക്കുക. അങ്ങനെ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നു, അതിൽ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഒരുപോലെ പറയുന്ന ആൾക്കാരാണ് ശരിക്കും സത്യസന്ധർ. കാരണം അവർ നല്ല കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ, അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ഈ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്. അതായത് ഇനിയും നിങ്ങൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ വരുത്താതെ ഇതുപോലുള്ള ഡീമെറിറ്റുകൾ നോക്കിയിട്ട് വേണം പുതിയൊരു സാധനം വാങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കരസ്ഥമാക്കാൻ എന്നുള്ള ഒരു ആശയമാണ് അവർ കൊടുക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വെൽവിഷർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളത് മാത്രം പറയത്തില്ല, അതുപോലെ പോസിറ്റീവായിട്ടുള്ളത് മാത്രം പറയത്തില്ല. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ആ ഒരു യഥാർത്ഥ വിശകലനമായിരിക്കും അവർ തരിക. എന്നാൽ എപ്പോഴും നെഗറ്റീവ് എനർജി മാത്രം തരുന്ന ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഇല്ലെങ്കിൽ ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളിലേക്കും കൂടി വരും. അങ്ങനെ നിങ്ങളും ക്രമേണ ഒരു നെഗറ്റീവ് എലമെൻറ്റ് വളർത്തിക്കൊണ്ട് വന്ന് എല്ലാ കാഴ്ചപ്പാടുകളിലും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും പറയാനും കേൾക്കാനും ഒക്കെ നിങ്ങൾക്കും അത്തരം താല്പര്യം പിന്നീട് വരും. അങ്ങനെ നിങ്ങളെപ്പോഴും ശുഭമായിട്ട് വിശ്വസിക്കുക, നല്ലത് കാണാനും നല്ലത് കേൾക്കാനും ശ്രമിക്കുക, നല്ലത് പ്രചരിപ്പിക്കാനും ശ്രമിക്കുക, നെഗറ്റീവായുള്ളതിനെ ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ തലച്ചോറിലും അതിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു സ്വാധീനമുണ്ട് എന്ന് ഓർത്തിരിക്കണം.